ഇതാണ് ഇൻഡിസൈൻ. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് മേഖലയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇൻഡിസൈൻ. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഇതാണ്. ഇത് ടൂൾ ബോക്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ചെയ്യാം, അതല്ല വെർട്ടിക്കലായിട്ട് ചെയ്യാം, ഇവിടെ ഡോക്ക് ചെയ്യാം. ഇത് ടൂൾ പാലറ്റ്സ്, ഇതെല്ലാം ഫ്ലൈ ഔട്ട് മെനൂസാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മെനു വരും, എല്ലാം ഫ്ലൈ ഔട്ട് മെനു. ഇനി നമുക്ക് അതിന് ഓരോ മെനു ആയിട്ട് എടുത്തു വയ്ക്കാം. അങ്ങനെയെല്ലാമുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് കൺട്രോൾ പാനലിൽ നമ്മൾ ടൂൾസ് ഏത് സെലക്ട് ചെയ്യുന്നോ അതനുസരിച്ച് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ, ഇത് മറ്റൊരു സെലക്ഷൻ ടൂൾ. പിന്നെ പ്രധാനപ്പെട്ട ടൂൾസ് നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. ഇത് ടൈപ്പിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്, ടൈപ്പ് ടൂൾ ഉണ്ട്, ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ ഉണ്ട്, പിന്നെ പെൻ ടൂൾ. മുൻപ് പേജ് മേക്കർ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് സാധിക്കും. ഇൻഡിസൈൻ എന്ന് പറഞ്ഞാൽ പേജ് മേക്കറിൻ്റെയും ഇല്ലസ്ട്രേറ്ററിൻ്റെയും ഫോട്ടോഷോപ്പിൻ്റെയും എല്ലാം ചേർന്നുള്ള ഒരു മിക്സഡ് ഫീച്ചേഴ്സാണ് ഇൻഡിസൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് റെക്ടാങ്കിൾ ടൂൾ, ഇത് സിസേഴ്സ് ടൂൾ, ഇത് ട്രാൻസ്ഫോം ടൂൾ, ഫ്രീ ട്രാൻസ്ഫോം ടൂൾ. അതിൽ തന്നെ അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ റൊട്ടേറ്റ് ടൂൾ ഉണ്ട്, സ്കെയിൽ ടൂൾ ഉണ്ട്, ഷീർ ടൂൾ ഉണ്ട്. അതെല്ലാം നമ്മൾ വഴിയെ മനസ്സിലാക്കുന്നതായിരിക്കും. ഇത് ഗ്രേഡിയൻറ്റ് ടൂൾ, ഇവിടെ ഐ ഡ്രോപ്പർ, ഹാൻഡ് ടൂൾ, സൂം ടൂൾ, പിന്നെ ഫിൽ, സ്ട്രോക്സ്, ടൈപ്പ്, ബോക്സസ്, ഗ്രേഡിയൻറ്റ്, പിന്നെ വ്യൂവിൽ തന്നെ സബ് ഡിവിഷൻസ്, പ്രിവ്യൂ ഉണ്ട്, ബ്ലീഡ് ഉണ്ട്, സ്ലഗ് ഉണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, പ്രസന്റേഷൻ വ്യൂ, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അതെല്ലാം നമ്മൾ വഴിയെ മനസ്സിലാക്കുന്നതായിരിക്കും. ആദ്യമായി നമ്മളൊരു പുതിയ ഫയൽ എടുക്കുന്നു. പുതിയ ഫയൽ എടുക്കാൻ സാധാരണ എല്ലാ പ്രോഗ്രാംസിലും ഉള്ള പോലെ തന്നെ കൺട്രോൾ എൻ അല്ലെങ്കിൽ കമാൻഡ് എൻ ഇൻ മാക്കിൻടോഷ്, അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഫയൽ മെനുവിൽ നമ്മൾ പോയാൽ ഒരു ന്യൂ ഉണ്ട്. അതിൽ ഡോക്യുമെന്റ്, ബുക്ക്, ലൈബ്രറി. ഇൻഡിസൈനിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് ബുക്ക്, ലൈബ്രറി. ഇത് പ്രധാനമായിട്ടും നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഏരിയയാണ്. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് മേഖലയിലാണ് ബുക്ക്, ലൈബ്രറി എല്ലാം ഉൾപ്പെടുന്നത്. കൂടാതെ ഇൻ്ററാക്റ്റീവ് ഡിസൈൻ, അതുപോലെ ഡിജിറ്റൽ പബ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻസ്, സ്ലൈഡ് ഷോസ് എല്ലാം ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇൻഡിസൈൻ. സാധാരണയായി ഇൻഡിസൈനിൽ പ്രസൻറ്റേഷൻസും വെബ് ഡിസൈനിങ്ങും സാധാരണയായി അധികം അങ്ങനെ ചെയ്യാറില്ല. കാരണം അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റ് സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ തൽക്കാലം ഡോക്യുമെന്റ് എടുക്കുന്നു. പുതിയ ഒരു ഡോക്യുമെന്റ് എടുത്തു. ഇവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് വേണ്ടതെന്ന്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന്. ഡോക്യുമെന്റ് പ്രീസെറ്റ്, ഡിഫോൾട്ട്. നമുക്ക് കസ്റ്റം പ്രീസെറ്റ് ഉണ്ടാക്കാം. നമുക്ക് സ്ഥിരമായി ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ അതിന് ഒരു പേരിട്ട് ഒരു പുതിയ പ്രീസെറ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ഇൻറ്റന്റ്, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത്, നമ്മൾ എന്തിനാണ് ഈ ഡോക്യുമെന്റ് ചെയ്യുന്നത്, വെബ് ഓർ ഡിജിറ്റൽ പബ്ലിഷിംഗ്, പ്രിന്റ്. തൽക്കാലം നമ്മൾ പ്രിന്റാണ് എടുക്കുന്നത്. നമ്പർ ഓഫ് പേജസ്, എത്ര പേജസ് വേണം, നമ്മളിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഉദാഹരണത്തിന് ഒരു 100 പേജിന്റെ ബുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 100 പേജ് കൊടുക്കാം. ബുക്ക് അല്ലെങ്കിൽ മാഗസിൻ ആണെങ്കിൽ അതിന് ഫേസിംഗ് പേജസ് ആണ് ആവശ്യമായി വരിക. അതല്ല ഒരു A4 സൈസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സൈസിലുള്ള ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഫേസിംഗ് പേജസിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ തൽക്കാലം ഞാൻ ഫേസിംഗ് പേജസ് കൊടുക്കുന്നില്ല. പേജ് നമ്പർ ഒരു പേജ് മതി. പിന്നെ സ്റ്റാർട്ട് പേജ് നമ്പർ 1, ഇവിടെ അതും വലിയ പ്രസക്തിയില്ല, കാരണം ഞാൻ ഒരു പേജ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്ന് തന്നെ മതി. പിന്നെ പ്രൈമറി ടെക്സ്റ്റ് ഫ്രെയിം വേണമോ വേണ്ടയോ എന്നുള്ളത്, അതായത് നമ്മളുടെ പുതിയ പേജ് എടുക്കുമ്പോൾ തന്നെ അതിലൊരു ടെക്സ്റ്റ് ഫ്രെയിം ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കും. തൽക്കാലം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ പേജ് സൈസ് എന്താണെന്നുള്ളത്, ഇവിടെ ഇത് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള പ്രീസെറ്റ് സേവ് ചെയ്തിട്ടുള്ള ചില സൈസസ് ആണ്. എനിക്കതല്ല ഇപ്പോൾ ആവശ്യം. ഇവിടെ ഇന്റർനാഷണലി ഉപയോഗിക്കപ്പെടുന്ന കുറേ സൈസസ് ഉണ്ട്. ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, ലെറ്റർ ഹാഫ്, ലെറ്റർ ലീഗൽ ഹാഫ്, A5, A4, A3, B5 അങ്ങനെയുള്ള ഇത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ചില സൈസസ് ആണ്. തൽക്കാലം ഞാൻ A4 എടുക്കുന്നു. അതിൻ്റെ
മെഷർമെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 210 മില്ലിമീറ്റർ, 297 മില്ലിമീറ്റർ, അതാണ് A4ന്റെ സൈസ്. ഈ മില്ലിമീറ്റർ എന്നുള്ളത് നമുക്ക് ഇനി ഇതിൽ ചേഞ്ച് ചെയ്യാം. സെന്റിമീറ്റർ ആക്കാം, ഇഞ്ചസ് ആക്കാം, പൈക്ക ആക്കാം, പോയിന്റ്സ് ആക്കാം, അങ്ങനെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഓറിയന്റേഷൻ, ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ്. ഇവിടെ തൽക്കാലം അതായത് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ഇപ്പോൾ വെർട്ടിക്കലാണ് ഇതിൽ ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. വേണമെങ്കിൽ ഹൊറിസോണ്ടൽ ആക്കാം, തൽക്കാലം വെർട്ടിക്കലായിട്ട് തന്നെ കിടക്കുന്നു. അങ്ങനെ തന്നെ വിടുന്നു ഞാൻ. കോളംസ്, എത്ര കോളംസ് വേണമോ എന്നുള്ളത്. ഒരു കോളംസ് തൽക്കാലം ബൈ ഡിഫോൾട്ട് ഒരു കോളം ആയിരിക്കും അതിലുണ്ടാവുക. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് തൽക്കാലം അതിൽ ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ട് ഒരു കോളം തന്നെ കിടക്കട്ടെ. ഗട്ടർ സ്പേസ്, കോളംസ് തമ്മിലുള്ള അകലമാണ് ഗട്ടർ സ്പേസ് എന്നുള്ളത്. അതും ബൈ ഡിഫോൾട്ട് അങ്ങനെ തന്നെ കിടന്നു. തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല. മാർജിൻസിനെ കുറിച്ചും എനിക്ക് ഇപ്പോൾ ധാരണയൊന്നുമില്ല, എത്ര മാർജിൻ വേണം എത്ര മാർജിൻ വേണ്ട എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് അതും അങ്ങനെ തന്നെ വിടുകയാണ്. ഇവിടെ ഈ ഒരു ചെയിൻ നമ്മൾ കാണുന്നുണ്ട്. ആ ചെയിൻ ഇപ്പോൾ ബ്രോക്കൺ ആണ്. അതിനെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജോയിൻ ആവുന്നു. അത് ജോയിൻ ആക്കിയതിനു ശേഷം നമ്മളിവിടെ 0 ടൈപ്പ് ചെയ്താൽ, എന്നിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബോക്സസിലും, അതായത് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, എല്ലാ ബോക്സസിലും അത് അപ്ലൈ ആവുന്നതാണ്. അതല്ല, ഇനി അത് ബ്രോക്കൺ ആക്കിയതിന് ശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. എനിക്കൊരു 3 അല്ലെങ്കിൽ ഒരു 10 മില്ലിമീറ്റർ മാർജിൻ വേണം. അതിന് മറ്റു ബോക്സിൽ അത് അപ്ലൈ ആവുന്നതല്ല. അതായത് എല്ലാ ബോക്സസിലും നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരിക, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 5 സെന്റിമീറ്റർ ആയിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് 10 സെന്റിമീറ്റർ ആയിരിക്കും വേണ്ടി വരിക. അങ്ങനെ വേണ്ടി വരുമ്പോഴാണ് ഈ ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇനി മോർ ഓപ്ഷൻസ് എന്നൊരു ബോക്സ് ഇവിടെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. അതിൽ ബ്ലീഡ് ആൻഡ് സ്ലഗ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പഠിക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ ഡിസൈൻസും കൂടുതൽ പേജസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഓക്കെ കൊടുക്കുന്നു. ഇതാണ് ഒരു A4 പേജ്. കാണുന്നതാണ് നമ്മളുടെ A4 പേജ്. ഇവിടെ റൂൾ ഉണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് മെഷർമെന്റുകൾ എടുക്കുന്നത്. ഇപ്പോൾ വെറുതെ ഒരു റെക്ടാങ്കിൾ ബോക്സ് വരയ്ക്കുന്നു. ഇതാണ് റെക്ടാങ്കിൾ ബോക്സ്. അപ്പോൾ അതിൽ എനിക്കൊരു കളർ ഫില്ല് ചെയ്യണം. കളർ ഫില്ല് ചെയ്യാൻ ഒന്നുകിൽ എനിക്ക് വിൻഡോയിൽ പോയാൽ കളറുണ്ട്, അതിൽ തന്നെ അതിൻ്റെ സബ് ഡിവിഷൻസ് കളറുണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, സ്വാച്ചസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഷോർട്ട് കട്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്വാച്ചസ് F5, കളർ F6. ഞാനിപ്പോൾ സ്വാച്ചസ് എടുക്കുന്നു. ഇവിടെ സ്വാച്ചസിലുള്ളത് ബൈ ഡിഫോൾട്ടായിട്ട് ഇത്രയും കളേഴ്സ് ഇതിലുണ്ട്. അതിൽ ഞാനൊരു കളർ ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്യാൻ ഇവിടെ ഇത് ബോക്സ് ഫില്ല് ചെയ്യാം, അതിൻ്റെ സ്ട്രോക്സ്, അതിൻ്റെ ഔട്ട്ലൈൻ ഇവിടെ ഫില്ല് ചെയ്യാം. ഞാൻ തൽക്കാലം ഔട്ട്ലൈൻ നൺ കൊടുക്കുന്നു. ബോക്സിൽ ഒരു കളർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഒരു മജന്ത, ആ കളറിൻ്റെ പേര് ഇവിടെ ഉണ്ട്. സയാൻ 0, മജന്ത 100, യെല്ലോ 0, K0. അതായത് CMYK മോഡിലുള്ള ഒരു കളർ പാലറ്റാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ടൂൾ ചേഞ്ച് ചെയ്യുന്നു. ഒരു ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. അതിന് T ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ഒരു ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അതിൽ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വെറുതെ ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോണ്ട് ഇപ്പോൾ ബൈ ഡിഫോൾട്ട് മിനിമം പ്രോ റെഗുലർ 12 പോയിന്റ് ആണ്. ഇതാണ് പോയിന്റ്, ഇത് ഫോണ്ടിൻ്റെ ബോക്സ് ആണ്. റെഗുലർ, ബോൾഡ്, റെഗുലർ, അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. 12 പോയിന്റ് ആണ് ബൈ ഡിഫോൾട്ട് ഇവിടെ നമ്മൾക്ക് കാണിക്കുന്നത്. ഇനി നമ്മളിതിനെ, ഇതതിൻ്റെ ലെഡിങ് ആണ്, അതായത് 2 വരികൾ തമ്മിലുള്ള അകലം. പിന്നെ പോയിന്റ്സ്, ഇവിടെ ഇതിൻ്റെ ഡിഫറെൻറ്റ് വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസ് ധാരാളമായിട്ട് ഇവിടെ നമുക്ക് കാണാം. അത് നമ്മളെല്ലാം വഴിയെ പഠിക്കുന്നതാണ്. നമ്മൾ കഴ്സർ ഇവിടെ വെച്ചുകൊണ്ട് Ctrl 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 100%, 100%, അതായത് ഇതിൻ്റെ ആക്ച്വൽ വലിപ്പത്തിൽ കാണാവുന്നതാണ്. Ctrl 2 ആണെങ്കിൽ അത് 200% സൂം ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. Ctrl 4 ആയാൽ അത് 400% മാറും. ഇവിടെ കൺട്രോൾ ഉപയോഗിക്കുന്നത് വിൻഡോസിൽ കൺട്രോൾ, ആപ്പിൾ മാക്കിൻടോഷിലാണെങ്കിൽ കമാൻഡ് ആണ് ഉപയോഗിക്കേണ്ടത്. Ctrl 0 ആണെങ്കിൽ അത് നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ പേജിന്റെ പാലറ്റാണ്.
ഇതിൽ എത്ര പേജ്, ഇനി ഞാൻ ഇതിൽ ഒരു പേജ് കൂടി എനിക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. എനിക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് പേജസ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. അത് എൻ്റെ എല്ലാം നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. തൽക്കാലം ഇൻസേർട്ട് പേജസ്, ഞാൻ ഒരു പേജ് ഇവിടെ ബൈ ഡിഫോൾട്ട് 20 പേജ് എന്നുണ്ട്. അത് ഒരുപക്ഷെ നേരത്തെ ഞാൻ എടുത്തിട്ടുള്ളതായിരിക്കാം. എനിക്ക് ഒരു പേജ് ആഡ് ചെയ്യുന്നു. അത് ഇൻസേർട്ട് ആഫ്റ്റർ പേജ് 1, ആഫ്റ്റർ പേജ്, ബിഫോർ പേജ് അല്ലെങ്കിൽ സ്റ്റാർട്ട് പേജ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. തൽക്കാലം ഇൻസേർട്ട് ആഫ്റ്റർ പേജ് 1 കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു പേജ് കൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. എനിക്കത് ഞാൻ മറ്റൊരു വഴിയുമുണ്ട്. അത് പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള മറ്റൊരു വഴിയുണ്ട്. അതല്ലെങ്കിൽ പേജ് ആഡ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ Ctrl+Z അല്ലെങ്കിൽ Command+Z ഇൻ ആപ്പിൾ കൊടുത്തിട്ട് ഇത് അൺഡു ചെയ്യുന്നു. ഇവിടെ മാസ്റ്റർ പേജ് ഉണ്ട്. ഇവിടെ ഇത് എ മാസ്റ്റർ ആണ്. നമുക്ക് ഈ പേജിന്റെ തംബ്നെയിൽ വേണമെങ്കിൽ വലുതാക്കി നോക്കാം. ഇവിടെ റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാനൽ ഓപ്ഷൻസ് കിട്ടും. പാനൽ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ പേജസിന്റെ തംബ്നെയിൽ മീഡിയം, തംബ്നെയിൽ നമുക്കിവിടെ ഷോ തംബ്നെയിൽ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഇത്രയും എക്സ്ട്രാ സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്, ജംബോ ഉണ്ട്. നമുക്ക് തൽക്കാലം എക്സ്ട്രാ ലാർജ് കൊടുക്കാം. എക്സ്ട്രാ ലാർജിൽ ഇപ്പൊ നമുക്ക് കുറെ കൂടി വലുതായിട്ട് ആ തംബ്നെയിൽ കാണാം. ഇവിടെ ഞാൻ അത് മാസ്റ്റർ പേജ് എ ആണ്. ഇവിടെ എ കാണാം. ഞാൻ ആ എ മാസ്റ്റർ പേജ് ഒന്ന് വലിച്ചുകൂടെ വയ്ക്കുന്നു. ഇവിടെ ഒരു പേജ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അതല്ല, ഞാൻ Ctrl+Z അല്ലെങ്കിൽ Command+Z കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പേജ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആൾട്ട് ഉപയോഗിച്ച് കമാൻഡ് അല്ലെങ്കിൽ ആപ്പിൾ മാക്കിൻടോഷിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിനെ ഇങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജിലുള്ള ഈ ഒന്നാമത്തെ പേജിലുള്ള കണ്ടന്റ് ആസ് ഇറ്റ് ഈസ് ഇങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജനറലി തുടക്കത്തിൽ നമ്മൾ ഇൻഡിസൈനിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനി കൂടുതലായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾക്ക് പരിചയപ്പെടാവുന്നതാണ്.